അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ വെള്ളിയാഴ്ചയും ഈ പറയാൻ പോകുന്ന ദുആ ചെയ്താൽ തീർച്ചയായും ഉറപ്പ് കടം വീടിക്കിട്ടും. എത്ര കടം ഉണ്ടായാലും എല്ലാ ദുആയുടെ ബറക്കത്ത് കൊണ്ട് നീങ്ങിക്കിട്ടും. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. കടങ്ങൾ കൊണ്ട് നീറിക്കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്ര കടം ഉണ്ടെങ്കിലും ഈ ദുആ മുടങ്ങാതെ ചൊല്ലി വരുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. ദുആ പറയാം. പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കി വെക്കുക. അതിനാൽ വീഡിയോ ശ്രദ്ധിച്ചു കാണുക ട്ടോ. ആദ്യമായി പറയുന്നു, അശുദ്ധിയുള്ള സമയത്തു സ്ത്രീകൾക്ക് ഈ ദുആ ചൊല്ലാവുന്നതാണ്. കുഴപ്പമില്ല. തന്റെ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക്, മക്കൾക്ക് എല്ലാവർക്കും ഇത് പതിവാക്കാം. അലി റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയെ, ചില വാചകങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ആ വാചകങ്ങൾ ജുമുഅ ദിവസം 70 തവണയും ശേഷം വരുന്ന എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണയും പതിവാക്കി ചൊല്ലിയാൽ ഉഹദ് പർവ്വതത്തിന് സമാനമായ കടം ഉണ്ടെങ്കിലും എല്ലാം അല്ലാഹു നിങ്ങൾക്ക് വീട്ടിത്തരും. ദുആ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിലിക അമ്മൻ സിവാക്. എല്ലാവരും ഇനി പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ചെറിയ ദുആ വെള്ളിയാഴ്ച ആയാൽ ജുമുഅക്ക് ശേഷം 70 തവണ ചൊല്ലുക. പിന്നെ വരുന്ന ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണ ചൊല്ലുക. ഇനി വരുന്ന എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും വെറും 7 തവണ വീതം അടുത്ത വെള്ളിയാഴ്ച വരെ ചൊല്ലുക. അടുത്ത വെള്ളിയാഴ്ചയായാൽ ജുമുഅക്ക് ശേഷം മേൽ പറഞ്ഞ ദുആ 70 തവണ ചൊല്ലുക. ശേഷം സാധാരണ നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണയും ചൊല്ലി വരിക. ഈ ഒരു രൂപത്തിൽ എല്ലാ ആഴ്ചയും നാം ഇത് ചെയ്തു വന്നാൽ കടം തകർന്നടിയും. എല്ലാ കടങ്ങളും വീട്ടുവാനുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. എല്ലാവരും ചെയ്യുക ട്ടോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.